ഹലോ നമസ്കാരം. ഇന്ന് ലോകം ചോദിക്കുന്ന ചോദ്യമാണ്, ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കപ്പെട്ട് കഴിഞ്ഞാലും പകരം എന്ത് ചെയ്യും? ഇപ്പം ലോകത്തിൽ നല്ലൊരു പങ്ക് ഓയിൽ റിസർവ് ഉള്ളത് ഈ പറഞ്ഞ ഗൾഫ് കൺട്രിയിലാണ്. അപ്പോൾ നമ്മൾ ഒന്ന് ചെറിയൊരു കണ്ണോട്ട് ഓടിക്കാം. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ അമേരിക്ക മറ്റ് രാഷ്ട്രങ്ങളുടെ അടുത്ത് സഹായം അഭ്യർത്ഥിക്കുകയാണ്. ജർമ്മനി റിഗ്രറ്റ് ചെയ്തു, സ്വിറ്റ്സർലൻഡ് റിഗ്രറ്റ് ചെയ്തു, ഓസ്ട്രേലിയ റിഗ്രറ്റ് ചെയ്തു, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി സ്പെയിൻ റിഗ്രറ്റ് ചെയ്തു. അമേരിക്കയെ എതിർത്ത് സംസാരിക്കാൻ മറ്റ് രാഷ്ട്രങ്ങൾ, ചെറിയ ചെറിയ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ തുനിയുന്നു എന്ന് പറയുന്നതിന് വലിയൊരു കാര്യമാണ്. സ്വാഭാവികമായിട്ട് ഇതേപോലെ ക്രൈസിസ് സിറ്റുവേഷനിൽ നമ്മളെ ഒരു പക്ഷേ ഇന്ത്യൻ ആക്രമിക്കാൻ വരികയാണെങ്കിലും ഇങ്ങനെയുള്ള രാജ്യങ്ങൾ ധീരമായിട്ട് പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് അമേരിക്കയ്ക്ക് വെച്ച് ചതിക്കുഴിയാണ്. ഇത്രയും വലിയ ബില്യൺ കണക്കിന് വിലപിടിപ്പുള്ള ഒരു കപ്പലുകൾ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ മൈനുകൾ പൊട്ടിത്തെറിച്ചിട്ട്, അല്ലെങ്കിൽ ടാങ്കിൽ നിന്നോ മിസൈലിൽ നിന്നോ ഡ്രോണിൽ നിന്നോ വരുന്ന പൊട്ടിത്തെറിച്ചിട്ട് അവരുടെ യുദ്ധക്കപ്പലുകൾ പോയാൽ ഇറ്റ്സ് എ ബിഗ് ലോസ്. അപ്പോൾ ഇറാൻ്റെ ലക്ഷ്യം തന്നെ അമേരിക്കനെ അല്ലെങ്കിൽ ജൂയിഷ് കൺട്രീനെ സാമ്പത്തികമായി തകർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും എങ്ങനെ മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് എണ്ണ കൊണ്ടുപോകാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നത്. ബഹ്റൈൻ, ഇവിടെ ഈ കാണുന്ന കൊച്ചു ഇത് ഖത്തർ, സൗദി അറേബ്യ, കുവൈറ്റ്, ദെൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. അപ്പോൾ ഇതാണ് ഇറാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് കൊണ്ടുവരും നോക്കാം. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഫുജേറയിലേക്ക് കൊണ്ടുവരും. ഫുജേറയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് പാസ് ചെയ്തു, അപ്പോൾ അതുവഴി ഇങ്ങോട്ടേക്ക് കിടക്കാം. പക്ഷേ ഇപ്പോഴും ഈ കാണുന്ന സ്ഥലവും ഇറാൻ്റെ ഫയറിംഗ് റേഞ്ചിനുള്ളതാണ്. ആ കപ്പലിലേക്കോ ഫുജേറ പോർട്ടിലേക്കോ ഒരു ഫയറിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ അതില്ലാണ്ടാവും. ഇനി സൗദി അറേബ്യ ഈ കാണുന്ന പോയിന്റിലേക്ക് കൊണ്ടുവരും. ഈ കാണുന്ന പോയിന്റിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതിലൂടെ സുയസ് കനാലിൽ കൂടെ ഇവിടെ നിന്നുകൊണ്ട് സുയസ് കനാലിൽ കൂടെ അത് ഷിപ്പ് ചെയ്യാൻ പറ്റും. ഈ ഷിപ്പ് ചെയ്യുന്നത് കൂടുതൽ എക്സ്പെൻസീവ് ആകും. സ്വാഭാവികമായിട്ടും ഇന്ത്യയിലേക്കും മറ്റ് ഈ കാണുന്ന കൺട്രികൾ, ചൈന, തായ്ലാൻഡ്, ജപ്പാൻ, അങ്ങനെയുള്ള കൺട്രികളിലൊക്കെ ഇവിടെ നിന്നുള്ള ഓയിലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്കുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കൂടിയ റഷ്യൻ ഓയിൽ വാങ്ങുക എന്നുള്ളതാണ് ഇന്ത്യക്കുള്ള ഓപ്ഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിലും ഇത് പെട്രോളിൻ്റെ വില കൂടും. അതും അല്ലെങ്കിൽ ഇന്ത്യക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെനീസുല അമേരിക്ക കീഴടക്കി അമേരിക്ക അവിടെ അധിനിവേശം സ്ഥാപിച്ചു. അമേരിക്ക അവിടെ അധിനിവേശം സ്ഥാപിച്ചെങ്കിലും വെനീസുലയിൽ നിന്ന് ഓയിൽ കൊണ്ടുവന്ന് ഇന്ത്യയിൽ വെക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല. ഇറ്റ്സ് സോ കോസ്റ്റ്ലി. ഈ വെനീസുലൻ ഓയിൽ കണ്ടിട്ട് ട്രംപ് ഓൾറെഡി വലിയൊരു കോൺട്രാക്ട് റിലയൻസിന് കൊടുത്തിട്ടുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പെട്രോളിയം റിഫൈനറി അവിടെ സ്ഥാപിക്കാൻ വേണ്ടി. അധിനിവേശ ശക്തികൾ അല്ലെങ്കിൽ സാമ്രാജ്യത്വ ശക്തികൾ മറ്റൊരു രാജ്യത്തിൻ്റെ റിസോഴ്സസ് കണ്ടിട്ടാണ് അവർ പ്ലാൻ ചെയ്യുന്നത് തന്നെ. യുദ്ധം തന്നെ പ്ലാൻ ചെയ്ത് വെനീസുലൻ്റെ ഓയിലിൻ്റെ ട്രേഡ് അവരുടെ കൺട്രോളിൽ വന്നു. അമേരിക്ക ഈസ് ആൾസോ വൺ ഓഫ് ദ എക്സ്പോർട്ടർ ഓഫ് ഓയിൽ. അപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഓയിൽ കൊണ്ടുവരുന്നത് കോസ്റ്റ്ലി ആയതുകൊണ്ട് നമ്മളുടെ ഓയിൽ പ്രൈസ് സ്വാഭാവികമായിട്ട് കൂടും. ഇനി ഇപ്പോൾ തന്നെ ഈ ഓയിൽ വെറും 10-20 ദിവസം കൊണ്ട് തന്നെ ഓയിൽ പ്രൈസിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ പറ്റുന്നത്.